എലോൺ മസ്കിന്റെ എക്സ് മണി ബാങ്കുകളെ വെല്ലുവിളിക്കാൻ ഒരു എവരിതിങ് ആപ്പ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ട്വിറ്റർ ഇനി വെറുമൊരു മെസ്സേജിംഗ് ആപ്പ് മാത്രമല്ല, ഒരു ആഗോള സാമ്പത്തിക ഇടനിലക്കാരൻ കൂടിയാകാൻ ഒരുങ്ങുകയാണ്. 2026 ഏപ്രിലിൽ ഇതിന്റെ പബ്ലിക് ബീറ്റ വേർഷൻ പുറത്തിറങ്ങും. പ്രധാന സവിശേഷതകൾ: ഇൻസ്റ്റന്റ് പേയ്മെന്റ്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതുപോലെ സുഹൃത്തുക്കൾക്കും മറ്റും പണം അയക്കാം. 6% പലിശ. നിങ്ങളുടെ എക്സ് വാലറ്റിൽ സൂക്ഷിക്കുന്ന പണത്തിന് 6% വരെ വാർഷിക പലിശ ലഭിക്കും. ഇത് സാധാരണ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകളേക്കാൾ വളരെ കൂടുതലാണ്. എക്സ് വിസ ഡെബിറ്റ് കാർഡ്. വിസയുമായി സഹകരിച്ച് മെറ്റൽ ഡെബിറ്റ് കാർഡുകൾ പുറത്തിറക്കും. വിദേശ ഇടപാടുകൾക്ക് ഫീസ് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ക്യാഷ്ബാക്ക് ഓഫറുകളും ലഭിക്കും. ഇൻ ആപ്പ് ഷോപ്പിംഗ്. ആപ്പിനുള്ളിൽ തന്നെ സാധനങ്ങൾ വാങ്ങാനും ബില്ലുകൾ അടക്കാനും ക്രിയേറ്റേഴ്സിന് ടിപ്പ് നൽകാനും സാധിക്കും. സുരക്ഷ. ഇതിനോടകം അമേരിക്കയിലെ 40-ലധികം സ്റ്റേറ്റുകളിൽ മണി ട്രാൻസ്മിറ്റർ ലൈസൻസ് എക്സ് സ്വന്തമാക്കി കഴിഞ്ഞു. എന്താണ് ലക്ഷ്യം? ബാങ്കുകളെ ആശ്രയിക്കാതെ തന്നെ ലോകത്തെവിടെയും പണമിടപാടുകൾ നടത്താവുന്ന ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ്ബായി എക്സിനെ മാറ്റുക എന്നതാണ് എലോൺ മസ്കിന്റെ ലക്ഷ്യം. ഈ മാറ്റം സാമ്പത്തിക ഇടപാടുകളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിവരങ്ങൾക്കായി എക്സ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക.